ക്രിസ്തുവിൽ വേരുറച്ചു നിൽക്കുക. യോഹന്നാൻ അതിൻ്റെ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് പ്രകാരം പറയുന്നു, എന്നിൽ നിൻ വേർപിരിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കണം, നമ്മളുടെ ശരീരത്തിന് ഭക്ഷണം കിട്ടാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ശരീരം ദുർബലമാകും, ഒരു എനർജിയും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല, ക്ഷീണമാകും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയും കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ദുർബലമാകും. ഇന്നത്തെ ഈ ലോകം ഫുൾ സ്ട്രെസ്സിൻ്റെ ലോകമാണ്, സാമ്പത്തിക പ്രഷറിൻ്റെ ലോകമാണ്, മാനസിക വേദനയുടെ ലോകമാണ്, ജോലിയിലെ പ്രഷറും സ്ട്രെസ്സും ആങ്സൈറ്റിയുടെ ലോകമാണ്. ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് സ്ട്രോങ് ആയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. നമ്മൾ അവൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഭയം കൂടും, ആങ്സൈറ്റി കൂടും, സ്ട്രെസ് കൂടും, ചിന്തകൾ നമ്മളുടെ മനസ്സിനെ അകറ്റുവാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ വേരുറച്ചു നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ആ വചനം, ആ പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കും. അവൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകും. അവൻ്റെ സാന്നിധ്യം നമുക്ക് സമാധാനം നൽകും. ഈ ഭൂമിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ടെമ്പററിയാണ്, താൽക്കാലികമാണ്. ഒരു പ്രശ്നങ്ങളും ഒരു സ്ട്രെസ്സും പെർമനൻ്റ് അല്ല. നമ്മളുടെ വിശ്വാസം നമ്മളുടെ കർത്താവിലായിരിക്കണം, ജീവിച്ചിരിക്കുന്ന യേശു കർത്താവിലായിരിക്കണം. അസാധ്യമായ ഒരു കാര്യം നമ്മളുടെ ദൈവത്തിൻ്റെ കൈകളിലില്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യം. വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പ്രതീക്ഷിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിഷമിക്കല്ലേ, ഭയപ്പെടല്ലേ, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരിക്കലും നമ്മെ കൈവിടില്ല എന്നുള്ളൊരു വാഗ്ദത്തം നമുക്ക് നൽകിയ ദൈവമാണ്. വിഷമിക്കല്ലേ. ഇന്നത്തെ ദിവസം ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലം നൽകട്ടെ.